കോഴിക്കോട് വിലങ്ങാറുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ചൊവ്വാഴ്ചയുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. റിട്ടയർഡ് അധ്യാപകൻ മാത്യുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. NDRF രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായ ഉരുൾപൊട്ടൽ കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ വിലങ്ങാടിനെ ഒട്ടൊന്നുമല്ല ഉലച്ചു കളഞ്ഞത്. വിലങ്ങാടും പരിസര പ്രദേശങ്ങളുമായി നിരവധി വീടുകളും കൃഷിയിടങ്ങളും പൂർണ്ണമായും തകർത്ത് കളഞ്ഞ ഉരുൾപൊട്ടൽ ഒരാളുടെ ജീവൻ എടുക്കുകയും ചെയ്തു. 2 പഞ്ചായത്തുകളിലായി, അതായത് നരിപ്പറ്റ, വാണിമേൽ പഞ്ചായത്തുകളിലായാണ് ഈ ദുരന്തം വലിയ തോതിൽ ദുരിതം വിതച്ചത്. 1ഉം 2ഉമല്ല, 10ലധികം ഉരുൾപൊട്ടലുകളാണ് ഈ പ്രദേശത്തിൻ്റെ ഘടനയെ തന്നെ മറച്ചു കളയുന്ന രീതിയിൽ വലിയ തോതിൽ ഈ പ്രദേശത്തെ ഒന്നാകെ ഉലച്ച് വലിയ ദുരന്തമായി വന്നത്. 2 സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഒന്ന്, വിലങ്ങാടിൻ്റെ മുകൾ ഭാഗത്ത്, ഇവിടെ നിന്ന് ഏതാണ്ട് 5-6 കിലോമീറ്റർ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അടിച്ചിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും. ആ അടിച്ചിപ്പാറയിൽ നിന്നാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. അതിനൊപ്പം തന്നെ പേരിയ കണ്ണവം വനമേഖലയിൽ നിന്നും ഉരുൾപൊട്ടലുണ്ടായി. പ്രത്യേകിച്ച് പേരിയിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടലും ഒപ്പം അടിച്ചിപ്പാറയിൽ നിന്നുള്ള ഉരുൾപൊട്ടലും കൂടി ഒന്നിച്ചെത്തിയതോടുകൂടി ഈ നാട് അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയാണ് അതിജീവിച്ചത്. ഈ പ്രദേശത്ത് നേരത്തെ ഒരു റോഡുണ്ടായിരുന്നു, പാലമുണ്ടായിരുന്നു. ആ പാലവും റോഡും ഒക്കെ പൂർണ്ണമായും തകർന്നുപോയി. ഇത് വിലങ്ങാട് ടൗണിനോട് ചേർന്ന പ്രദേശമാണ്. അവിടുത്തെ പെട്രോൾ പമ്പുകൾ, പാലങ്ങൾ, അതുപോലെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന വിവിധ പ്രദേശങ്ങൾ ഒക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ കുറേ ഉരുൾപൊട്ടലുകളിലായി ഉണ്ടായിരിക്കുന്നത്. ഒരാളുടെ ജീവനാണ് ഈ ഉരുൾപൊട്ടൽ കവർന്നത്. റിട്ടയർഡ് അധ്യാപകനായ KA മാത്യു എന്ന് പറയുന്ന ആളാണ് ഈ ഉരുൾപൊട്ടലിൽ മരിച്ചത്. ഏതാണ്ട് 2 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിക്കുന്നത്. ഇവിടെ എന്തായാലും നിരവധിയായ ആളുകൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ട്. ചേട്ടാ, ഈ നാട്ടുകാരൻ തന്നെയല്ലേ? പുറത്തുനിന്ന് ഇത് വന്നതാണ്. അവിടെയുള്ള ആൾക്കാരൊക്കെയോ നാട്ടുകാരാണ്. അവര് വീടുകളിലേക്കൊക്കെ കയറിപ്പോകാൻ പറ്റാത്ത വണ്ണം വലിയ തോതിൽ ചെളി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് 18ഓളം വീടുകൾ പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ നശിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക്. മാത്രമല്ല 25ലധികം വീടുകൾ ഭാഗികമായി നശിച്ചു. ഏതാണ്ട് 1000-ലധികം ആളുകൾ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറി താമസിക്കുന്നുണ്ട്. 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. പ്രധാനമായും ഈ മേഖലയിൽ ഇപ്പോൾ ഈ പാലങ്ങളും റോഡുകളും ഒക്കെ തകർന്നത് വീണ്ടും അത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. വീടുകളിലൊക്കെ നിരവധി വീടുകളിൽ ചെളി കയറി താമസയോഗ്യമല്ലാത്ത തരത്തിലേക്ക് വലിയ പ്രതിസന്ധിയെ അതിജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ എനിക്ക് തോന്നുന്നു 2019 ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അല്ലേ? അന്ന് ഇത്രയും ഉണ്ടായില്ല. അന്ന് വീടിന്റെ നട വരെ വെള്ളം വന്നുള്ളൂ. ഇപ്പം വീടിനകത്ത് ഒരു 1.5 മീറ്ററോളം വീടിനകത്ത് വെള്ളം കയറി, ചെളിയും മണ്ണുമായിട്ട്. 10ലധികം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്ന് പറയുന്നു. 10ലല്ല, ഇവിടെ ഈ അടിച്ചിപ്പാറയല്ല, മലയങ്ങാട്, പാലൂര്, പന്നിയേരി അത്തരം പ്രദേശത്ത് 50ഓളം ഉരുളുകൾ പൊട്ടിയിട്ടുണ്ട് പല പറമ്പുകളിലായിട്ട്. ഈ വലിയ പുഴയ്ക്കുള്ള ഉരുൾപൊട്ടൽ എണ്ണം അറിയത്തില്ല. വിലങ്ങാടിന്റെ ചരിത്രത്തിൽ ആദ്യമാണോ ഇങ്ങനെ അതെന്താ, ഒരു പുരുഷായുസ് മുഴുവൻ്റെ ഉള്ള കഷ്ടപ്പാടാണ്, അതാണ് ഇവിടെ ഇപ്പോൾ ഒഴുകിപ്പോയിരിക്കുന്നത്. അവനൊന്നും ഒരു കാലത്ത് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. അതൊന്നും ഇനി പൂർവാവസ്ഥയിലാക്കാൻ. ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ മരുതോങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മെമ്പറാണ്. ഞാൻ ഇവിടെ ഇവരെ സഹായിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ദുരന്തം കണ്ടിട്ട് സഹിക്കാൻ മേലായിട്ട്. നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണ്? മരുതോങ്കര. ഓക്കെ. അവിടെയുള്ള ആൾക്കാരോ? ഞാൻ ഈ വീട്ടിലെ ആളാണോ? എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പം നേരിട്ട് കാണുന്നത് തന്നെയാണ് അവസ്ഥ. മുഴുവൻ മണ്ണ് വന്നു. രാത്രിയായിരുന്നു, 12:30 ആയപ്പോഴാണ് വന്നത്. പപ്പായും അമ്മയുമായിരുന്നു രാത്രി ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ മുകളിൽ നിന്ന് ആൾക്കാർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഇവർ മുട്ടപ്പം വെള്ളത്തിൽ ഓടി അപ്പുറത്തെ ആ കാണുന്ന വീടിൻ്റെ ടെറസിൽ കയറി രാത്രി ഇരുന്നു. 12:30 മുതൽ രാവിലെ 6:30 വെള്ളം ഇറങ്ങുന്നത് വരെ അവിടെ ആ വീടിൻ്റെ ടെറസിലിരിക്കുകയായിരുന്നു.
ആ സമയത്ത് അവർ നോക്കി നിൽക്കുകയാണ്. അവിടെ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം എടുത്ത് ഈ പുഴയോടൊപ്പം പോരുന്നു. അതിൻ്റെ വന്ന ഭാഗമാണ് ഈ ഷട്ടറാണ് ഇവിടെ കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന കിണറുകൾ മൂടിപ്പോയി. ഈ ലെവലിൽ ഈ പുഴയും പുറകിലുള്ള പുഴയും ഒന്നായിട്ട് ഇങ്ങോട്ടേക്ക് ഒഴുകി പോകുന്നൊരു രംഗമായിരുന്നുണ്ടായിരുന്നു. ഏറ്റവും ഭയാനകമായിട്ട് പേടിച്ച് നമ്മളിപ്പോൾ മുകളിൽ സംസാരിച്ചിരുന്ന ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്നാണ് വരുന്നത്. ആ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ പറഞ്ഞത് ഒരു 700-ഓളം ആളുകൾ അവർ ഇതുപോലെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്, അല്ലെങ്കിൽ വലിയ ദുരന്തം ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും വെലങ്ങാടുണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടായ ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെയാണത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൃത്യസമയത്ത് ഇൻഫർമേഷൻ കൊടുത്തതനുസരിച്ച് അത് ആൾക്കാരെ മാറ്റാനും വീടുകളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചു. അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇന്ന് മരണത്തിന് റിട്ടയർഡ് അധ്യാപകൻ മത്തായി സാർ. ഓക്കെ, നിങ്ങളൊക്കെയോ ഇവിടെയുള്ള ആളുകളാണ്, ഇവരുടെ നാട്ടുകാർ തന്നെയാണ് അല്ലേ? എന്താ ഇവിടുത്തെ ഒരു നിലവിലൊരു സാഹചര്യം? നിലവിലിവിടെ ഭയങ്കര, പക്ഷെ എനിക്ക് തോന്നി നാട് ഒറ്റപ്പെട്ടു പോയ ഒരു പ്രശ്നമുണ്ടായി അല്ലേ? പ്രധാനപ്പെട്ട പാലങ്ങളെല്ലാം, അതിപ്പം മുകളിൽ വായാട് പാലമായാലും ഇവിടുത്തെ ഉരുട്ടിപ്പാലത്തിന്റെ ഒരു ഭാഗമായാലും ആ വാളൂക്കിലേക്കുള്ള പാലമായാലും ഒക്കെ അതെല്ലാം നശിച്ചു. നശിച്ചുപോയി. ഭയങ്കര ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. ആ പാലത്തിന് അവിടെയുള്ള പാലങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചു. ഇനി ഒരുപക്ഷെ ഈ നാടൊന്ന് പഴയ രീതിയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് കാലം പിടിക്കില്ല. കറണ്ട് തന്നെ കിട്ടണ 2 ആഴ്ചയോളം കഴിയും. ഇപ്പോൾ എമർജൻസി ആയിട്ട് പണി നടക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലും സപ്പോർട്ടുണ്ട്. ഈ വീടുകളിലേക്ക് തിരികെ താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ആയി വരുന്നില്ല, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പുറമേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, സഹായിക്കാൻ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ലെവലായി എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ഒരു മാസം എടുക്കും എങ്ങനെയാലും ഒന്ന് താമസ സൗകര്യം ആക്കി എടുക്കണമെങ്കിൽ. എനിക്ക് തോന്നുന്നു മിക്ക ആളുകളും ഓടി രക്ഷപ്പെട്ടതേ സ്വന്തം ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രം ഇട്ടിട്ടാണ് അല്ലേ? തീർച്ചയായും അന്ന് ഇട്ടിരുന്ന ഡ്രസ്സ് അല്ലാതെ വേറൊന്നും എടുക്കാൻ വേണ്ടിയുള്ള സമയം ആർക്കും കിട്ടിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് അതിന്റെ ഭീകരത മനസ്സിലായി. നിങ്ങളിപ്പോൾ മുകളിൽ ഇതിന്റെ ഉത്ഭവസ്ഥാനത്ത് പോയി വന്നാണ്. ഇതിന്റെ ഭീകരത കുറച്ചുകൂടെ മനസ്സിലാകണം. ഈ വീടിന്റെ പുറകുവശത്ത് ഒന്ന് നോക്കിയാൽ മതി. പുഴയും റോഡും എല്ലാം കൂടെ ഒന്നായ രീതിയിൽ. കാരണം ഈ 2 വീട്ടുകാരൊക്കെ രക്ഷപ്പെട്ടത് അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. കാരണം അവർക്ക് ആ വെള്ളം പൊങ്ങുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള ഒരു സമയം പോലും കിട്ടിയിട്ടില്ല. അതിനുള്ളിൽ വെള്ളം ഏതാണ്ട് അരക്കൊപ്പം അല്ല കഴുത്തിനോളം വെള്ളം ഈ 2-3 വീടുകളിലും കയറി കഴിഞ്ഞിരുന്നു. കാരണം അവർക്ക് പുറത്തേക്ക് അവരെ പോകാനോ അല്ലെ അവരെ രക്ഷപ്പെടുത്താനോ ഇവിടുത്തെ ജനങ്ങൾ നിസ്സഹായരാണ്. കാരണം അത്രയ്ക്കും വെള്ളമാണ് ഈ പുഴയിലും ഈ പറമ്പിലൂടെയും റോട്ടിലൂടെയും ഒഴുകിയിരിക്കുന്നത്. കാരണം എല്ലാവരും നിസ്സഹായ അവസ്ഥയിലായിരുന്നു. കാരണം വെള്ളത്തിന് മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഈ നാട് മൊത്തമായിട്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥ. ഒരുപക്ഷെ വിലങ്ങാട് എന്ന് പറയുന്ന ഈ നാടിന് ഒരു 60-70-75 വർഷത്തെ പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ അത്രയും നാൾ ഉള്ള കുടിയേറ്റ പാരമ്പര്യം മാത്രമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. മാത്രമല്ല ഈ ടൗൺ ഉണ്ടാവുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് ഈ വലിയ ഉരുൾപൊട്ടലിൽ ഇല്ലാതാവുന്നത് എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാം. വീടുകളിൽ അതുപോലെ കൃഷിയിടങ്ങളിലെല്ലാം പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുന്നു. ആ പുഴയും കൃഷിയിടവും ഒക്കെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് ഒരു പുരുഷായുസ് കൊണ്ട് മുഴുവൻ ഉണ്ടാക്കിയതൊക്കെ നശിച്ചുപോയി എന്നതിൻ്റെ സങ്കടത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആഘാതത്തിലാണ് ഈ നാടുള്ളത്. സ്വാഭാവികമായും ഇതിലേക്ക് ഇനി ഒന്ന് കയറി വരാൻ വലിയ പ്രതിസന്ധി ഈ വിലങ്ങാടെന്ന് പറയുന്ന നാടും അതിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായൊരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ ഈ വലിയ ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ നിന്ന് ഈ നാട് ഇനിയും മുക്തമായിട്ടില്ല. വിലങ്ങാട് നിന്ന് ഷിജിത് കണുവിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1.